ഈ ഹൂത്തീസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, യമനിലാണ്. 3.5 ലക്ഷം പേര് ഇതോടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഗ്ലാമർ ഇല്ലാത്ത യുദ്ധം. ഹൂത്തീസിൽ അവിടെ ഷിയകളാണ്. അവരെ ബോംബ് ചെയ്യുന്നത് സൗദിയാണ്. സൗദി, ബഹ്റൈൻ, UAE ഉള്ള ടീമുകളാണ് ബോംബ് ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള 4-3 കുട്ടികളും അണ്ടർ ഫെഡ് ആണ്, മാൽ നറിഷ്ഡ് ആണെന്ന് UN ഏജൻസികൾ പറയുന്നത്. 10,000-കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടു, 3.5 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. അവസാനം അമേരിക്ക ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത് നിർത്തിയതിനു ശേഷമാണ് സൗദി അറേബ്യ യുദ്ധത്തിൽ നിന്ന് മെല്ലെ പിന്മാറി. ഇപ്പോഴും പിന്മാറിയിട്ടില്ല. അവിടെ ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ഹൂത്തീസാണ്. ഒരു ഷിയയാണ്. ദേ ആർ സപ്പോർട്ടഡ് ബൈ ഇറാൻ. ഇറാന്റെ ഒരു പ്രോക്സിയാണ്. ഇപ്പൊ ഈ യുദ്ധം ഉണ്ടാവുന്നു. ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? ഹൂത്തീസ് 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ഹൂത്തീസിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ ആണ് അവിടെ നിൽക്കുന്നത്, യഹിയ സറിയ എന്നാണ് അർത്ഥം. നിങ്ങളിപ്പോ ഹൂത്തീസ് എന്ന് ആദ്യമായിട്ട് കേൾക്കാം. അല്ല, അങ്ങനെയല്ല, കേൾക്കുന്നവരുണ്ടാകാം. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നു ഹൂത്തീസ് റെഡ് സീയിലൂടെ പോകുന്ന കപ്പലുകളെല്ലാം ആക്രമിക്കുന്നു. ഇസ്രായേലിലേക്ക് ബോർഡ് വെച്ച് പോകുന്ന കപ്പലുകളെയാണ് ആക്രമിക്കുന്നത് പറഞ്ഞു. ബോർഡ് ഒന്നുമില്ല. ഇമാർ ഇസ്രായേലിന്റെ ഇസ്രായേലിലേക്ക് പോകുക എന്നുള്ള കപ്പലാന്ന് പറഞ്ഞ് വേറെ കപ്പലുകളെയൊക്കെയാണ് ആക്രമിച്ചത്. എന്നിട്ട് പറഞ്ഞു ഇത് ആദ്യം വാങ്ങിച്ചത് ഒരു ജൂതനായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒപ്പിച്ചു വെക്കുന്നത്. ഇവര് ഡ്രോൺസ് വിടുന്നു, ക്രൂസ് മിസൈൽസ് വിടുന്നു. ആരാ? ഇറാൻ കൊടുത്ത സാധനമാണ്. ഇറാൻ കിടക്കുന്ന എവിടെയാണ്? ഇറാൻ കിടക്കുന്നു, ഈ യമൻ കിടക്കുന്നു. നോക്കൂ, ഇസ്രായേൽ എവിടെ കിടക്കുന്നു? ഇസ്രായേലും ഹൂത്തീസുമായിട്ട് എന്താ പ്രശ്നം? ഹൂത്തീസ് ഇപ്പോൾ ഉണ്ടായ ഒരു സംഗതി ഷിയ മിലിറ്റൻസ് ആണ്. ഈ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഒരു പുഷ് എന്ന നിലയിൽ സ്വയം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ലോകം തങ്ങളെ ശ്രദ്ധിക്കാനും പിന്നെ ഒരു ഇസ്ലാമിക് സോളിഡാരിറ്റിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് ഒരു കാര്യമില്ലാതെ ഈ ഹൂത്തീസ് അതിലേക്കൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത്. അവരുടെ യുദ്ധം നടക്കുന്നുണ്ട്. അതിപ്പോ ഒരു ചെറിയൊരു അവസ്ഥ നിൽക്കുകയാണ്. എന്നിട്ടാണ് ഒരു ബന്ധമില്ല. ഇപ്പോൾ പാലസ്തീനികളുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയും ഇത്രയും വർഷമായിട്ട് അവർ തമ്മിൽ അവരെ എടുത്ത് എറിഞ്ഞു കളഞ്ഞതാണ്, അവർക്ക് പൗരത്വമില്ല, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് പാലസ്തീൻകാർ. ഈ ഹൂത്തീസിന് എന്താണ് പ്രശ്നം? ഹൂത്തീസിന് ഇസ്രായേലും ഗാസയായിട്ടുള്ള പ്രശ്നം എന്താണ്? ഹമാസുമായിട്ടുള്ളതിനകത്ത് എന്താണ്? ഹൂത്തീസിന് ഇത്രയും ദൂരത്തൊക്കെ അവന്മാർ മിസൈൽ വിടാൻ കാര്യം എന്താണ്? ഇത്രേ ഉള്ളൂ. ഒന്ന് അവർക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം, 2 അവരുടെ മതബോധം ഒന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ 10 രാജ്യങ്ങൾ ചേർന്ന് ഒരു സംരക്ഷണ സേന പോലെ ഒരു കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം അതിലൂടെയാണ് ഒരു 7% ലോകത്തിന്റെ ട്രേഡ് പോകുന്നത് ചെങ്കടലിലൂടെയാണ്. അവിടെയാണ് ഇവന്മാർ കയറി ആക്രമിക്കുന്നത്. അപ്പൊ ഈ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും എല്ലാം കൂടെ ചേർന്ന് ഒരു കൗൺസിൽ ഉണ്ടാക്കി. ഇന്ത്യയും ഒരു കപ്പലിനെ വിടാൻ പോകുന്നുണ്ട്. അപ്പോ ഇവന്മാരിങ്ങനെ വീണ്ടും ഒരു കപ്പൽപ്പട, അമേരിക്കയുടെ ഒരു കപ്പൽപ്പട തന്നെ അവിടെയുണ്ട്, US കാർണി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇവർ വീണ്ടും വിട്ടുകൊണ്ടിരിക്കുക. അവസാനം സഹി കെട്ടാൽ എന്തായിരിക്കും അമേരിക്കയും ഇസ്രായേലും ചിലപ്പോൾ ഇതൊന്ന് ഒതുക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത്. കാര്യം ഒരു കാര്യമില്ല, ഒരു ബന്ധമില്ലാതെ, ഒരു ചരിത്രവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ലാതെ ഇതിനിടയിൽ ആക്രമിക്കുകയാണ്. ഇറാന്റെ പ്രോക്സിയാണ്. അല്ലാതെ ക്രൂസ് മിസൈലൊക്കെ ഹൂത്തീസിന്റെ കയ്യിൽ എവിടെ നിന്ന് കിട്ടാൻ? ഇതൊക്കെ സാധനം കൊടുക്കുന്നതാണ്. ഇത് തിരിച്ചടിക്കാനായിട്ട് അമേരിക്ക യമനിലേക്ക് ഇസ്രായേൽ യമനിലേക്കോ മിസൈൽ ആക്രമണം നടത്താതിരിക്കട്ടെ, പിറ്റേന്ന് ഇത് തന്നെ സംഭവിക്കും. ഈ ഹമാസിന് അനുകൂലമായി ലോകത്തെ തെരുവുകളിലും നഗരങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ടൗണുകളിലും ചാനൽ മുറികളിലും ഉണ്ടായ അതേ വിസ്മയ വിപ്ലവം ഈ ഹൂത്തീസിന് വേണ്ടി ഉണ്ടാവും. അത്രത്തോളം ഉണ്ടാവില്ല, ബിക്കോസ് ദേ ആർ ഷിയാസ്. ഷിയകളായതുകൊണ്ട് അത്രത്തോളം ഉണ്ടാവില്ല. ഒരു ചെറിയ ഒരു മിനിയേച്ചർ സാധനം ഉണ്ടാവും. ഹൂത്തീസ് എന്ന വിസ്മയം എന്നൊക്കെ ആയിരിക്കും ചില തലക്കെട്ടുകളൊക്കെ മാറി ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് പോയി ചുരണ്ടി മാന്തി ചീത്ത വിളിച്ച് എന്താ പ്രശ്നം, ഇന്ദ്ര മിണ്ടാതിരിക്കുന്നത്. ഒരിടത്ത് ഇത് സ്വിച്ചാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന അറിയോ? ഈ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല. അങ്ങോട്ട് ചെന്ന് മുട്ടുന്ന യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ മറ്റേ യുദ്ധത്തിൽ ജയിക്കാൻ, ഇരവാദ ഭീകരതയിൽ ജയിക്കാൻ പറ്റും. ഇത് ഓരോരോ അതുകൊണ്ടാണ് ഇപ്പൊ കണ്ടല്ലോ ഇയാളുടെ മുന്നിൽ എത്ര പുട്ടുകുറ്റിയാണ് ഇരിക്കുന്നത് നോക്ക്. ഇയാളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വാർത്താ ചാനലുകൾ പുള്ളിയോട് വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നത്. പുള്ളി ഫേമസ് ആയി.